മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച് വീണ്ടും കട്ടപ്പനയിൽ കൊലപാതകം. കട്ടപ്പന ഭാര്യ വീട്ടിലെത്തിയ യുവാവിനെ അയൽവാസി കോടാലിക്ക് വെട്ടിക്കൊന്നു. കട്ടപ്പന സുവർണഗിരിയിൽ ഇന്ന് വൈകിട്ടാണ് സംഭവം ഉണ്ടായത്. കാഞ്ചാർ കക്കാട്ടുകോട സ്വദേശിയായ കളപ്പുരയ്ക്കൽ സുവിൻ ഫ്രാൻസിസ് 35 വയസ്സുള്ള യുവാവാണ് മരണപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ വെൺമാന്ത്രിയിൽ ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിരവധി കേസുകളിൽ ഇദ്ദേഹം പ്രതിയാണെന്നും പോലീസ് പറയുന്നു. സ്ഥിരം മദ്യപാനിയും പ്രകോപനമുണ്ടാക്കുന്ന സ്വഭാവവും ബാബുവിനുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ഗർഭിണിയായ ഭാര്യയുടെ സുഖവിശേഷങ്ങൾ അന്വേഷിച്ചാണ് സുബിൻ സുവർണഗിരിയിലുള്ള ഭാര്യ വീട്ടിലെത്തിയത്. അങ്ങനെ പരസ്പരം അയൽവാസിയുമായി വാക്കുതർക്കമുണ്ടാകുകയും വാക്കുതർക്കത്തിന് കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ലെങ്കിലും ഒടുവിൽ അത് കൊലപാതകത്തിലെത്തുകയായിരുന്നു. വാക്കുതർക്കത്തിന് ഇടയിൽ ബാബു വീട്ടിൽ ചെന്ന് കൊടാലി എടുത്തുകൊണ്ടുവന്ന് സുബിനെ വെട്ടുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളായ ആളുകൾ പറയുന്നത്. ബാബു സ്ഥിരം മദ്യപാനിയും അതുപോലെ വിവിധ കേസുകളിൽ പ്രതിയുമായിട്ടും പോലീസ് തനിക്ക് താക്കീത് കൊടുത്ത് വിട്ടതുകൊണ്ട് മാത്രമാണ് വീണ്ടും ഇതുപോലുള്ള കൊലപാതകങ്ങളും ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങളും ചെയ്യുവാൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും ഒരുപക്ഷം ആളുകൾ പറയുന്നു. തക്കതായ ശിക്ഷ ലഭിച്ചിരുന്നുവെങ്കിൽ പ്രതി ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചേരില്ലായിരുന്നുവെന്നും പരാതികൾ പരക്കെ പറയുന്നു. എന്നിരുന്നാലും ഒരു 35 വയസ്സുകാരൻ്റെ ജീവനെടുക്കുവാൻ പ്രേരിപ്പിച്ചത് മദ്യമാണോ മയക്കുമരുന്നാണോ എന്നുള്ളത് സംശയകരമായി മുൻപോട്ട് പോവുകയാണ്. ഒരു നേരത്തെ ദേഷ്യം മനുഷ്യനെ കൊലപാതകത്തിലെത്തിക്കുമ്പോൾ മനുഷ്യ മനസാക്ഷികൾ ഇവിടെ മരവിക്കുന്നു എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. സുബിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷം ബാബു സ്വന്തം വീട്ടിൽ ഒളിച്ചിരിക്കുകയും ഒടുവിൽ പോലീസെത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുവാൻ ശ്രമിച്ചപ്പോൾ പോലീസുകാർക്കെതിരെയും ബാബു അതിക്രമം കാട്ടിയെന്നാണ് പരാതി വന്നിരിക്കുന്നത്. മാത്രവുമല്ല SIക്കും ഇതിൽ പരിക്ക് സംഭവിച്ചു എന്നുള്ളതും വാസ്തവമായ കാര്യമാണ്. ഇത്രത്തോളം ക്രിമിനലായ വ്യക്തിയെ പല കേസുകളിൽ പ്രതിയായിട്ടും പോലീസ് എന്തുകൊണ്ട് അഴിച്ചുവിട്ടു, അല്ലെങ്കിൽ തക്കതായ ശിക്ഷ മേടിച്ചു കൊടുത്തില്ല എന്നുള്ള ചോദ്യം വാസ്തവമായ കാര്യമാണ്. ചെറിയ ചെറിയ ക്രിമിനൽ കേസുകളിൽ പ്രതികളാകുന്നവരെ തക്കതായ ശിക്ഷ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അത് വലിയ നാടിനും വീടിനും വലിയ ആപത്തായി മാറുമെന്ന തെളിവാണ് ബാബുവിൻ്റെയും സുബിൻ്റെയും ജീവിത കഥ പറയുന്നത്. തൻ്റെ സഹധർമ്മിണിയുടെ വയറ്റിൽ വളരുന്ന തൻ്റെ പിഞ്ചോമനിയുടെ മുഖം പോലും കാണുവാൻ കഴിയാതെ ആ ചെറുപ്പക്കാരൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ആർക്കാണ് ഇവിടെ ലാഭം ലഭിക്കുന്നത്? ഒരു നിമിഷ നേരത്തെ ദേഷ്യം ഒരു മനുഷ്യൻ്റെ പ്രാണനെടുക്കുമ്പോൾ കൊലയാളിക്ക് എന്ത് ലാഭമാണ്, എന്ത് മനസ്സുഖമാണ് ഇവിടെ ലഭിക്കുന്നതെന്നും നാം ചിന്തിക്കേണ്ടതാണ്. മദ്യവും മയക്കുമരുന്നും മനുഷ്യൻ്റെ മനസ്സിനെ മരവിപ്പിക്കുമ്പോൾ, മനുഷ്യൻ്റെ തലയിൽ ഭ്രാന്ത് പിടിപ്പിക്കുമ്പോൾ അത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനിയും ഇതുപോലെയൊരു സുബിൻ, ഇതുപോലെയൊരു ബാബു നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ അയൽപക്കത്ത് ഉണ്ടാവാതിരിക്കുവാൻ പൂർണ്ണമായി നാം മദ്യവും മയക്കുമരുന്നിനും അടിമകളാകാതെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും സ്വതന്ത്രമായി മുൻപോട്ട് പോകുവാനുമുള്ള കഴിവ് ആർജിക്കേണ്ട സമയം കഴിഞ്ഞുവെന്നും ഈ കട്ടപ്പനയിലെ കൊലപാതകം നമ്മളെ വെളിപ്പെടുത്തുന്നു. വളർന്നു വരുന്ന തലമുറകൾക്ക് മദ്യത്തെക്കുറിച്ചും മയക്കുമരുന്നിനെക്കുറിച്ചും ബോധ്യപ്പെടുത്തി അത് വരുത്തുന്ന ആപത്തും അപകടവും എത്രത്തോളം ഗൗരവപൂർണമാണ് എന്നും വെളിപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇന്ന് കട്ടപ്പനയിൽ നടന്ന ഈ കൊലപാതകം വെറും ഒരു വാക്ക് തർക്കം മാത്രമായിരുന്നോ? പിന്നിൽ എന്തെങ്കിലും മുൻവൈരാഗ്യമുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബിൻ്റെ സ്വപ്നങ്ങൾ ഇവിടെ മണ്ണിലമരുമ്പോൾ തൻ്റെ പിഞ്ചോമനയുടെ മുഖം പോലും കാണുവാൻ കഴിയാതെ താൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ ആ പ്രതിയായ ബാബുവിന് ഇവിടെ എന്താണ് നേടുവാൻ കഴിഞ്ഞത്? തൻ്റെ കുടുംബത്തിന് ഇവിടെ എന്താണ് നേടുവാൻ കഴിഞ്ഞത് എന്നും നാം ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരു സുബിനും ഒരു ബാബുവും ഇവിടെ ഉണ്ടാകാതിരിക്കുവാൻ നാം സൂക്ഷിക്കുക.